ഈ വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അപ്പോൾ ഇതിന് തടയിടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അത് തീർച്ചയായിട്ടും അവയർനെസ് മാത്രമേ അതിന് ബോധപ്പെടുള്ളൂ. വ്യാജ ട്രേഡിംഗ് ആപ്പ് എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇന്ന് പൈസ പൊയ്ക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പിൻ്റെ ഒരു പ്രധാന മേഖല വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അവർ പറയുന്ന ഓഫറുകൾ എന്ന് പറഞ്ഞാൽ വലിയ ഓഫറുകളായിരിക്കും. ഈ സെബിയുടെ ഉദ്യോഗസ്ഥരെന്നോ അല്ലെ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥരെന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ കൂടെ വന്നിട്ട് സംസാരിക്കും, RBI എന്ന് പറഞ്ഞിട്ട് വന്ന് അവരുടെ ഷോർട്ട് വീഡിയോസൊക്കെ കാണിച്ചിട്ട്, ഈവൻ നമ്മൾ തന്നെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഫിനാൻസ് മിനിസ്റ്ററുടെ സംസാരിക്കുന്നത് വെച്ചിട്ട് സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്ററുടെ പടം വെച്ചിട്ട് ചില ആപ്പുകൾ ഇറക്കിയിട്ടുണ്ട്. വ്യാജമാണത്. അപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര കോടിയായിട്ട് റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള തരത്തിലുള്ള വ്യാജമായിട്ട് ഉള്ള ആപ്പുകൾ വെച്ചിട്ടാണ് പലരും അതിൽ ചെന്ന് പെടുന്നത്. അപ്പോൾ ഇതിൽ അവയർനെസ് നമ്മൾ ആദ്യം വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു കോമൺ സെൻസോട് ഉപയോഗിക്കണം. നമുക്കൊരു ബാങ്കിൽ കൊണ്ടൊരു പൈസ ഇട്ടാൽ, അല്ലെ ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് നമുക്കൊരു പൈസ ഇട്ടാൽ ഒരു 10%, 12% കൂടുതൽ നമുക്കൊരു റിട്ടേൺ കിട്ടുന്ന ഒരു ഓഫർ വന്നാൽ സംശയിക്കണം. ഒരു 12% കൂടുതൽ ഒരു ഇൻകം നമുക്ക് കൊടുക്കുന്ന ഡെപ്പോസിറ്റിന് കിട്ടിയാൽ അതിനകത്ത് എന്താണ് എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഒരു 30% തരാം, 40% തരാം, 50% തരാം, ഇരട്ടിക്കാം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത് ബാക്കിയുള്ളവരൊരു മണ്ടന്മാരാണോ, ഇവരെല്ലാം അങ്ങനെയാണ്, പിന്നെ ഈ പൈസ കൊണ്ട് ഇട്ടാൽ പോരെ. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു തട്ടിപ്പുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് പേർക്ക് ഇത് പൈസ കൊടുക്കും, ചെറിയ എമൗണ്ടിന് കൊടുക്കും. അത് ഇവർ ചെറിയ നമ്മൾ ഈ മീനിനെ പിടിക്കുന്ന പോലെ ഏറയിട്ട് പിടിക്കുന്ന പോലെയാണ്. ഇപ്പം 1000 കൊടുക്കുമ്പോൾ 2000 കിട്ടും, 2000-ന് 4000 കിട്ടും, 10000-ന് 20,000 കിട്ടും, 1,00,000 വരെ കിട്ടും. അപ്പം പിന്നെ ആരും അങ്ങോട്ട് എടുക്കത്തില്ല. ഇടാതെ അവർ വെറുതെ 10 ലക്ഷം ഇട്ടു, 20 ലക്ഷം ഇട്ടു, അങ്ങനെ ഇടുമ്പോൾ നമ്മുടെ ഇവർ കാണിക്കുന്ന പ്ലാറ്റ്ഫോംസിൽ ഇവർ പല ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പുകൾക്കകത്ത് ഈ പൈസ വർദ്ധിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ റിയൽ ടൈമിൽ നമ്മൾ പോയി വിഡ്രോ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് അവർ അങ്ങോട്ട് വീണ്ടും നമ്മളെ കയ്യിൽ നിന്ന് വീണ്ടും പൈസ മേടിക്കും. 30% ടാക്സ്, പിന്നെ അതിൻ്റെ കൺവേർഷൻ ഫീ എന്നെല്ലാം പറയുന്നു. അപ്പോൾ ഇത് ഒരിക്കലും ഈ ട്രേഡിംഗ് ആപ്പുകൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്മളുടെ അംഗീകൃത സെബി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലോ ബാങ്ക് പ്ലാറ്റ്ഫോമുകളിൽ നിന്നല്ലാതെ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ പോകാൻ പാടുള്ളതല്ല. അത് തട്ടിപ്പുകളിലേക്ക് നമ്മൾ ചെന്നുപെടും. അതിന് അവയർനെസ് മാക്സിമം കൊടുക്കണം. അത് മീഡിയ വഴിയാണെന്നുണ്ടെങ്കിൽ പോലീസ് വഴിയാണെങ്കിലും, ഒപ്പം തന്നെ എല്ലാ ഏജൻസികളും ഇത് ഒരു മാക്സിമം അവയർനെസ് എത്തിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പരിപാടി. ഓപ്പറേഷൻ പീഹണ്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇപ്പോഴും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത്. നമുക്ക് ഇതുകൂടി ഒരു പ്രധാനപ്പെട്ട ലൈംലൈറ്റിലൊരു വിഷയമായി തന്നെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ളൊരു സ്ട്രിക്റ്റ് ആക്ഷൻ എൻഫോഴ്സ്മെൻറ്റ് അത് കൂടുതൽ കർശനമാക്കേണ്ട ഒരു, കാരണം ഇത് നമുക്ക് ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ച് ഓൺലൈൻ ഇടങ്ങളിൽ കുട്ടികളെ ഗ്രൂം ചെയ്യുകയും അബ്യൂസ് ചെയ്യുക എന്നൊക്കെ പറയാം. ഇപ്പം സീസാം പോലെയുള്ള മെറ്റീരിയൽ, ചൈൽഡ് സെക്ഷലി അബ്യൂസീവ് മെറ്റീരിയൽസിൻ്റെ ഷെയറിങ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ വ്യൂ ചെയ്യുന്നത്, ഇതൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ IT ആക്ട് പ്രകാരം ഒരു ഒഫൻസാണ്. അപ്പോൾ 5 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്നൊരു ഒഫൻസും കൂടിയാണ്. പക്ഷേ പലപ്പോഴും ഇതറിയാതെ പലരും ചെയ്യുന്നുണ്ട്, അറിഞ്ഞും ചെയ്യുന്നവരുണ്ട്. കേരളത്തിൽ ഈ പീഹണ്ട് പോലെയുള്ള ഓപ്പറേഷൻസ് കണ്ടിട്ടുണ്ടോ? ഇത് ശരിക്കും ഒരു നാഷണൽ ഡാറ്റാബേസ് വഴി നമുക്ക് കിട്ടുന്നൊരു ഡേറ്റയാണ്. ഇപ്പം ഞാൻ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ ഏജൻസി, ഇൻ്റർനാഷണൽ NGO ആണ്. അതിൻ്റെ ഒരു മദർ കമ്പനിയോ അല്ലെങ്കിൽ മറ്റൊരു സിസ്റ്റർ കമ്പനിയാണ് NCMEC എന്ന് പറഞ്ഞ നാഷണൽ സെൻറ്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ. ആ NCMEC ആണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ജയൻസുകളായിട്ടുള്ള എല്ലാ കമ്പനികളിൽ നിന്നും ഇത്തരത്തിൽ സ്ഥിരമായിട്ട് ഡാറ്റ ഉപയോഗിക്കുന്നവരുടെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് IP അഡ്രസ്സ്, അവരുടെ ഡിവൈസ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ഈ പറഞ്ഞ കമ്പനി NCMECന് കൊടുക്കുകയും ആ NCMEC അവിടുന്ന് അതാത് രാജ്യത്തിൻ്റെ IP നോക്കിയിട്ട് ആ രാജ്യങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇത്തരം ഡാറ്റ ഷെയർ ചെയ്യുമ്പം I4C എന്ന് പറയുന്ന ഇന്ത്യൻ സൈബർ കോർഡിനേഷൻ സെൻറ്റർ ഇത് വാങ്ങി അതാത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നു. ആ സംസ്ഥാനങ്ങൾ അത് കിട്ടുമ്പം അതിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഈ സൈബർ സെൻറ്ററുകളുടെ സൈബർ ഓപ്പറേഷൻസിൻ്റെ കീഴിലുള്ള പോലീസിനെയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് പീഹണ്ട് പോലെയുള്ള ഓപ്പറേഷൻ നടത്തി അറ്റ് എ ടൈമിൽ ഇതുപോലെയുള്ള ഒരു ഓപ്പറേഷൻ നടത്തി ആളുകളെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഇൻ്റർനാഷണലി ഇത് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഇത് പിടിക്കപ്പെട്ടാൽ ഒരു വലിയ കുറ്റമാണ് എന്നും കൂടെ മനസ്സിലാക്കണം. പക്ഷേ ഇവിടെയും നമ്മൾ കുട്ടികൾക്ക് കുറച്ച് അവയർനെസ് കൊടുക്കണം. ഈ ഗ്രൂമിങ് ആയിട്ട് വരുന്ന ആളുകളുണ്ട്, കുട്ടികളുടെ വേഷത്തിൽ വരുന്ന മുതിർന്നവർ പലപ്പോഴും അവരെ ഗ്രൂം ചെയ്തുകൊണ്ട് ഓൺലൈൻ ഇടങ്ങളിൽ അവരെ പല പ്രലോഭനങ്ങൾ വരുത്തിയായിരിക്കും ഇത്തരത്തിലുള്ള ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോസ് വീഡിയോസ് കുട്ടികൾ ഇത് ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് മാതാപിതാക്കളും ഒപ്പം തന്നെ സ്കൂളിലെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു അവബോധം നൽകുകയും ഒപ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വേണ്ടത്. നമ്മുടെ ഫോണുകളും സ്മാർട്ട് ഡിവൈസസും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അത് ഹാക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ മുൻകരുതൽ എന്നോണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളുടെ സ്മാർട്ട് ഡിവൈസുകൾ, ഇപ്പം മൊബൈൽ ഫോണാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഡിവൈസുകൾ. ഒപ്പം തന്നെ വീടുകളിലൊക്കെ സ്മാർട്ട് TVകളും
അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചുകൾ. ഇപ്പം നമ്മളുടെ മിക്കവാറും എല്ലാം IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഏത് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏത് ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ബിൽട്ടിൻ ആയിട്ടുള്ള കുറച്ച് ഡിഫോൾട്ടായിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ടാവും. ആ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നമ്മൾ എനേബിൾ ചെയ്തിടുക. അപ്പം തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കൃത്യമായിട്ട് നടത്തുക. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറുകൾ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യത്തില്ല. പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനുള്ള സാധ്യത ഉണ്ട്. കൂടുതലുണ്ട്. പക്ഷേ നമ്മൾ ആ റെഗുലറായിട്ട് എന്തുകൊണ്ടാണ് ഈ കമ്പനികൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത്? അതിനകത്തൊരു പാച്ച് ഒരു ബ്രേക്ക് കണ്ടുപിടിച്ചു. ഒരു ബ്രേക്ക് വന്നതുകൊണ്ടാണ് ഈ അപ്ഡേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ ആ ബ്രേക്ക് വഴി ആളുകൾക്ക്, ഹാക്കർമാർക്ക് കയറാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ജെന്യുവൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക, ഒന്നാമത്തെ കാര്യം. പലപ്പോഴും നമ്മൾ ക്രാക്ഡ് വെർഷനിൽ ജെന്യുവൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക, ഒപ്പം തന്നെ ആൻറ്റി സ്പൈവെയർ, അതുപോലെ തന്നെ വൈറസ് സോഫ്റ്റ്വെയർസുകൾ, ഇതൊക്കെ നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ളത് വാങ്ങി അതും അപ്ഡേറ്റ് ചെയ്യണം. ഒരു ആൻറ്റിവൈറസ് നമ്മൾ വാങ്ങിയിട്ടിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പല വിൻഡോസ് ഡിഫൻഡർ പോലെയുള്ള ചില ഡിഫോൾട്ടായിട്ട് വരുന്ന വിൻഡോസിൻ്റെ കൂടെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ എനേബിൾ ചെയ്തിടുക. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ആപ്ലിക്കേഷനുകളും നൽകുന്ന പ്രൈവസി ഫീച്ചേഴ്സ് ഉണ്ട്, സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ തന്നെ എനേബിൾ ചെയ്യുക, ഡിവൈസിൻ്റെ സെക്യൂരിറ്റി ഇടുക. അപ്പം പിന്നെ കൂടാതെ തേർഡ് പാർട്ടി ആപ്പുകൾ ഇൻസ്റ്റാളേഷനിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഏത് ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എന്ത് പെർമിഷനാണ് കൊടുക്കുന്നത് എന്ന് നോക്കി മാത്രം ചെയ്യുക. പിന്നെ പീരിയോഡിക്കലായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ നോക്കുക. ഏതെങ്കിലും അൺഇൻസ്റ്റാൾഡ്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്പുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ അപ്പം തന്നെ പർട്ടിക്കുലർലി കുറച്ച് ആപ്പുകൾ മാത്രം കൂടുതൽ ശ്രദ്ധ നൽകുകയും ബാക്കിയുള്ള ആപ്പുകൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാം, അത് മതി. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോഴും നമ്മൾ പലരും 2 ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതിന് എൻ്റെ ഒരു അഡ്വൈസ് ഉള്ളത്, ബാങ്കിങ് ഫീച്ചേഴ്സ്, ഫിനാൻസ് ഫീച്ചേഴ്സ്, അതൊക്കെ മാത്രമായിട്ട് ഒരു ഫോണിലിടുക. ഇപ്പോൾ ഗെയിംസ് കളിക്കാനോ അല്ലെങ്കിൽ സാധാരണ ആപ്പുകൾക്ക് വേണ്ടിയിട്ട് മറ്റൊന്നാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ഫിനാൻഷ്യൽ സാധനങ്ങളൊന്നും പോകാതിരിക്കും. ഇത് മിക്കവാറും ഇതെല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലബ്ഡ് ആയിരിക്കും. പിന്നെ പാസ്വേഡുകൾ സുരക്ഷിതമാക്കുക. ഇപ്പം പലപ്പോഴും നമ്മുടെ ഗസ്സിങ് പാസ്വേഡുകൾ വെക്കും, പാസ്വേഡ് സേവ് ചെയ്ത് വെക്കും ഡിവൈസിൽ. അതും അപകടമാണ്. പാസ്വേഡ് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസർ സേവിങ്സ് നമ്മൾ അടുത്ത തവണ ലോഗിൻ ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ സേവ് ചെയ്ത് വെക്കും. അത് സേവ് ചെയ്ത് വെച്ചാലുള്ള പ്രശ്നം, ഏതെങ്കിലും തരത്തിലൊരു ഹാക്കർ അത് കയറി കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ അവർക്ക് ആ പാസ്വേഡ് നമ്മളെപ്പോഴും ഒന്നെങ്കിൽ പാസ്വേഡ് മാനേജേഴ്സ് ഉണ്ട്. ഇപ്പോൾ പുതിയ ഫോണിലും പുതിയ ഇൻസ്റ്റലേഷനും വരുന്നതൊക്കെ പാസ്വേഡ് മാനേജേഴ്സ് ഉണ്ട്, എൻക്രിപ്റ്റ് ചെയ്തിട്ട് പാസ്വേഡുകൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു പാസ്വേഡ് ഓർത്തിരുന്നാൽ മതി, പാസ്വേഡ് മാനേജറുടെ പാസ്വേഡ് മാത്രം, ബാക്കിയുള്ളത് അത് എൻക്രിപ്റ്റ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ളത് ഉപയോഗിക്കാം. അല്ലാതെ നമ്മൾ പാസ്വേഡ് വെറുതെ നോട്ട് പാഡിലോ അല്ലെങ്കിൽ വെറുതെ സേവ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ബ്രൗസറിൽ സേവ് ചെയ്യുന്ന പുതിയ ഫോണുകളിലൊക്കെ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് പാസ്വേഡ് മാനേജർ ഫീച്ചേഴ്സ് ഉണ്ട്. അത് സെക്യൂർഡായിട്ട് ഉപയോഗിക്കുക. അത് ഡിഫറൻറ്റ് അക്കൗണ്ടിന് ഡിഫറൻറ്റ് പാസ്വേഡ്സ് ഉപയോഗിക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.